അങ്ങനെ നമ്മളുടെ അവസാനത്തെ SLBSലെ വ്ളോഗാണിത്. ഇതോടുകൂടി SLBS വ്ളോഗ് അവരാധം അവസാനിക്കുന്നതാണ്. എന്താണ് എല്ലാവർക്കും പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? പ്രസാദിക്ക ഒരു 2 വാക്ക്, അവസാനത്തെ വ്ളോഗിൽ 2 വാക്ക്. എന്ത് വെച്ചാലും ഒരു മെനല്ല. തിരികെ പോകുന്ന പൈസ വലിയൊരു സാധനമാണ്. എന്താണ് എന്താ ട്രിമ്മറോ ബ്ലോഗ് ചെയ്യാനായിട്ട് സെൽഫി ഇത് കൊള്ളാം, മറ്റേത് കൊള്ളത്തില്ലേ. ആന ഫോണില് കേട്ടുണ്ട്. ഓ ട്രൈപോഡ് പോയി, അത് നല്ലതാ. ഇത് എന്തേ ഇരിക്കുന്ന സെയിമാ തോന്നുന്നു. അത് മറ്റേ സാധനം അതിലൊട്ടിക്കാനോ അങ്ങനെ. ടോർച്ചും ഉണ്ട്, കൊള്ളാം. അപ്പൊ ഇത് ചാർജ് ആക്കണോ? ഇത് ചാർജിങ് ആർക്കർ പേനയും സെൽഫി ഒക്കെ എടുക്കാൻ പോയി കഴിഞ്ഞു. സെൽഫി ബ്ലോഗ് എഴുതാൻ പോകുന്ന നല്ല മെലിഞ്ഞിരിപ്പുണ്ട്. ഇങ്ങനെ നമ്മൾ പോവാൻ പോവുകയാണ് ഗൈസ്. പട്ടികൾക്ക് വരെ വിഷമം. എന്താ സൈക്ക, ആരെങ്കിലും ഒന്ന് പൊട്ടിക്കരഞ്ഞിരുന്നെങ്കിൽ. സോ ഫൈനലായിട്ട് പോവാ. സൈക്ക പോട്ടെ, ഇവിടെ പറയുകയാണ്. സൈക്ക പോട്ടടാ, പോട്ടടാ, പോയിട്ട് വരട്ടെ. നമ്മള് പോവാം. ഓ ഇത് തുറക്കുന്നില്ലല്ലോ. ഹലോ ചെലത്തെ ബൈ പോട്ടടാ. ലാസ്റ്റ് ബൈ ബൈൻ്റെ എത്തിയിട്ട് വരാം, പോയിട്ട് വരാം. ജീവനോടെ ഉണ്ടല്ലേ, കാത്തോളനാടാ. പോയി ശരി എന്നാ, പോട്ടെ. അങ്ങനെ നമ്മൾ പോവുകയാണ് ഗൈസ്. അങ്ങനെ ഇതെന്ന് പറയുന്നത് നമ്മളുടെ അവസാനത്തെ പോക്കാണ് കേട്ടോ. അഥവാ MBBSും കഴിഞ്ഞ് ഇന്റേൺഷിപ്പും കഴിഞ്ഞ് ഹിമാചൽ വിട്ട് പോവാണ്. ബാക്കി സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അവർ അയച്ചിരുന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ സൽമാൻ ബ്രോ പറഞ്ഞ് എന്തായാലും അവസാനത്തെ പോക്കല്ലേ, ഞാൻ എന്തായാലും ആക്കിത്തരാമെന്ന്. അങ്ങനെ ഗുമ്മാക്കി സെറ്റാക്കി പോവാണ്. നമ്മളുടെ ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിനുള്ളത്, സമ്പർക്ക് ക്രാന്തി. ഗൈസ് ഫൈനലി നമ്മൾ എയർപോർട്ടിലെത്തി. സോ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ബൈ പോവാണ്. നമുക്ക് പ്ലാറ്റ്ഫോമിൽ പോകണം, കാര്യങ്ങളൊക്കെ നോക്കണം. സൽമാൻ ബ്രോൻ്റെ കൂടെ ആയിട്ട് വീട്ടിൽ നിന്ന് വൈഫും കസിനൊക്കെ ഉണ്ടായിരുന്നു. പോരാത്തിന് നിങ്ങൾക്കൊക്കെ അറിയാനുണ്ടാവും, സൽമാൻ ബ്രോക്ക് ചെറിയൊരു കുട്ടിയുണ്ട്. അപ്പോൾ പാർക്കിങ്ങും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളെ പോയിക്കോളി, നമ്മൾ സെറ്റാക്കിയിട്ട് പ്ലാറ്റ്ഫോമൊക്കെ കണ്ടുപിടിച്ചാലോ എന്നുള്ളത്. അങ്ങനെ മൂപ്പരാക്കിനെയും പറഞ്ഞു വിട്ടിട്ട് നമ്മൾ നേരെ പ്ലാറ്റ്ഫോമും തപ്പി ഇറങ്ങിട്ടോ. പ്ലാറ്റ്ഫോം നമ്പർ 6-ലാണെന്നാണ് പറഞ്ഞത്. പോയി നോക്കാം. ക്ലോക്ക് റൂമൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. ഗൈസ് അങ്ങനെ നമ്മളെ സീറ്റിലേക്ക് എത്തി. ഇതാണ് നമ്മളെ മിഡിൽ സെക്സ്. നമ്മളെ കൂടെ ഒരു മലയാളിയൊക്കെ ഉണ്ട്. ഹലോ, നിങ്ങളെ പേര് ചോദിച്ചില്ല? ചന്ദ്രനോ? തിരുവനന്തപുരത്ത് നിന്ന് ചന്ദ്രേട്ടനൊക്കെ ഉണ്ട്. മിലിറ്ററിയിലൊക്കെയാണ്. ചെറിയ വ്ളോഗിങ് പരിപാടിയൊക്കെ ഉണ്ട്. ഡ്രീ എടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. 63-ല് നിങ്ങളൊറ്റക്കാ? S3-ല് ഇവിടെ വെറുതെ ഇങ്ങനെ റൗണ്ട് അടിച്ച് നോക്കുക. മലയാളം ഉണ്ടോ അറിയാലോ, നമ്മളിങ്ങനെ മലയാളമെല്ലാം തേടി ഇറങ്ങിയതാണ് ഗൈസ്. ഒടുക്കത്തെ ചൂടാണ് ഗൈസ്, ചത്തുപോവും. അപ്പം ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ്. ഒരു ബർഗർ കഴിക്കാം. ഏക്ക് ബർഗർ ദേ ദോ ഫിർ. ബർഗർ सैंडविच कितने का है? 30 का 2 बर्गर 30 रुपये। आज के ही है ना?
അങ്ങനെ ഇവിടെ തന്നെ നമ്മളൊരു ചായയും കൂടി കുടിച്ച് സെറ്റാക്കി. ഇനി നമുക്ക് നോക്കാം മലയാളികളൊക്കെ ഉണ്ടോയെന്ന്. ഗൈസ് അങ്ങനെ നമ്മൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി പുതിയ ആൾക്കാരാണ് ട്രെയിനിൽ മൊത്തം. ഫുള്ള് തിരക്കാണ് ഗൈസ് ഇപ്പോൾ. ഇനി നോക്കാം ഗൈസ്. അങ്ങനെ അവസാനം നമുക്ക് ഫുഡൊക്കെ കിട്ടി. ചിക്കൻ ബിരിയാണിയാണ്. ഇനി പോയിട്ട് കഴിയാം ഗൈസ്. നമ്മളെ പൈസ വാങ്ങുന്ന ആൾ വിഷ്ണു കൊടുക്കടാ. ട്രാൻസ്ജെൻഡേഴ്സിനോട് നമുക്ക് റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവരുടെ ഇടയിലുള്ള ഇതുപോലത്തെ കുറച്ച് ആൾക്കാരാണ് നമുക്കുള്ള ആ റെസ്പെക്റ്റ് പോക്കുന്നത്. അവരിങ്ങനെ അവിടെയും ഇവിടെയും തൊടലും പിടിക്കലൊക്കെ ആയി അങ്ങനെയൊക്കെ പൈസ വാങ്ങുമ്പോൾ നമുക്ക് എന്തോ പോലെയാണ്. പോരാത്തതിന് ചിലവർ ഇവരുടെ ഭയങ്കര ഭാഗ്യമാണെന്ന് വിചാരിച്ച് ഇവർ വരാനായിട്ട് കാത്തിരിക്കുന്നവരും ഉണ്ടാവും. സോ 2 ടൈപ്പ് ആൾക്കാരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല, കഴിക്കാം. അച്ചാറൊക്കെ ഉണ്ട് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ ഒരു മലയാളിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ പേര്? പറ കണ്ട് യദു. എവിടുന്നാ? തിരിച്ചങ്ങ് പറ. ഇനി നമുക്ക് മലയാളം തപ്പി പോവാം. യൂട്യൂബ് ചെറുതായിട്ടുണ്ട്, വലിയ ഫോളോവേഴ്സ് ഒന്നുമില്ല ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും മലയാളികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബോസിന്റെ പേരെന്താ? വൈഷ്ണവ്. ബോസിന്റെ പേര് പറഞ്ഞില്ലല്ലോ ബോസേ. എന്താക്കിയെന്ന്? എത്ര പൈസ? 500 രൂപക്ക്. എന്നോട് ഒരു 500 രൂപ ഇൻസിന്. നമ്മളെന്താ പറയാ, ജനറലിന്റെ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ 500 രൂപ കൊടുത്താൽ കിട്ടും. എന്നോട് ഒരു വട്ടം അങ്ങനെ ഇന്ന് വാങ്ങിനെ. ഇപ്പൊ ഇയാളോടൊന്ന് ചോദിച്ചു, വൈറ്റും വൈറ്റും വെള്ളട്ട മനുഷ്യനോട്. ഇപ്പൊ പോയ വള്ളിയും വെള്ളനോടൊന്ന് ചോദിച്ചു നോക്കി. ഓടിക്കോളി. एक और वर्ड बताया मेरे को. నువ్వు എന്നെ പ്രേമിస్తున్నావు. ആവശ്യമുള്ള അറിയാം, ആവശ്യമില്ലാത്ത നമ്മൾ പഠിക്കണ്ടല്ലോ. അനക്കെന്ത് വൈബാള്? അങ്ങനെ ആ തലവേനങ്ങ് മാറും മെയിന്. എന്റെ ഏതൊരു കാട്ടിലെത്തിരിക്കുകയാണ് നമ്മള്. ഭയങ്കര ചൂടാണ് ഗൈസ്, ഒരു രക്ഷയില്ല. അവിടെയും ഇവിടെയും പുറത്തും എല്ലോട്ടും ചൂട് ഗൈസ്. അങ്ങനെ നമ്മളുടെ ലസ്സി വന്നിരിക്കുകയാണ്. നിങ്ങളുടെ കുടിച്ചോ ഗൈസ്. ഇതാണ് ഇപ്പൊ നമ്മൾ പോണോടത്തെ അവസ്ഥ. ഫുള്ള് പാഡി ഫീൽഡും കാര്യങ്ങളൊക്കെയാണ്. അവിടെയൊക്കെ എന്തൊക്കെ കൂട്ടിക്കിട്ട് കത്തിക്കുന്നുണ്ട്. പിന്നെ കുറേ ചെമ്മരിയാടി കൂട്ടങ്ങളുണ്ട്. പച്ചപ്പും മരുതാഭംഗിയില്ലാത്തൊക്കെ സ്ഥലത്താണ് ചെമ്മരിയാടിന്റെ കൂട്ടം ഗൈസ്. ഇതാണ് നമ്മളെ പാൻട്രി. ഇവിടെ ഒരു AC ഉണ്ട് അല്ലേ? ഇവിടെ ഇരിക്കുന്ന സുഖം കേട്ടോ. വൈബാണ്. ഓ ടൊമാറ്റോയും കെച്ചപ്പും എല്ലാ ഫുഡും ഉണ്ട് ഗൈസ്. ഇവിടെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഗൈസ്. ഇവിടുന്നാണ് വെജ് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. चाय चाय आशु तो लड़की का नाम है ना? ये बाबा क्या है? बाबा मतलब फ्रेंड्स, ब्रदर इन लॉ को. अच्छा अच्छा, हम लोग बाबा से ഗൈസ്. ഫ്രണ്ടിന്റെ ഒക്കെ പേര് ടാറ്റു കുത്തിച്ചിട്ടുണ്ട് ഇവിടെ. ഫ്രണ്ട്ഷിപ്പ് നൻപൻ മച്ച ഗൈസ്. നമ്മള് എവിടെയോ എത്തിയിരിക്കുകയാണ് ഗൈസ്. മരുഭൂമിയിൽ വെറുതെ വണ്ടി നിർത്തിയിട്ട് വൈബ് അടിക്കുകയാണ്. ഇനി എവിടെ എത്തുന്നു എങ്ങനെ എത്തുന്നു ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ ഇവിടെ പകലാണ് ഗൈസ്. പകലിനേറെ ചൂടാണ് ഗൈസ്. ഇവിടെ ചൂടിനോട് തീക്കാറ്റാണ്, തീക്കാറ്റ്. സുഖല്ലേ ബ്രോ? നിങ്ങളപ്പല്ലേ? അല്ല വേറെ ഡൽഹിന്ന് കണ്ടതാ. എന്താ പേര്? ശരത്തോ ഗൈസ്. വ്യത്യസ്തമായൊരു ടാങ്ക് കലക്കലാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫണൽ രീതിയിലുള്ള ട്രെയിനിൽ എങ്ങനെ നമുക്ക് വ്യത്യസ്തമായിട്ട് ടാങ്ക് കലക്കാം. കൊള്ളാണ്, സൂപ്പർ. പഞ്ചാര ഇതിനോട് കുത്തി കൊടുക്ക്, കുത്തി കൊടുക്ക്. പഞ്ചാര എങ്ങനെ കലക്കാം?
അവസാനം വെള്ളത്തിലേക്ക് ചായ കിട്ടിയാൽ കൺഫേം ഏതാ കലക്കുന്നത്. അയാസിഡിന്റെ ചായ കൊള്ളില്ലാന്ന് കേട്ടില്ലേ? ഇനിയിപ്പോ കോട്ടയിലെ ചായ ഇങ്ങനെ കലക്കാം. ടാങ്കാണ് സ്കോച്ച് അല്ല. ഇങ്ങനെ ആക്ക് അത് കലങ്ങിണ്ടാവില്ല. നല്ല അങ്ങ് കുലുങ്ങട്ടെ, ഗുമ്മില് കുലുക്ക്. ഇനി എങ്ങോട്ടേ ചോദിക്കാൻ സംഭവം കോൺസെൻട്രേറ്റഡ് ആണോ അത്രയ്ക്ക്? എടാ ഇതിന് വീര്യം കൂടുതലാണോ? അങ്ങനെ കുറച്ച് വെള്ളം ചേർക്കാൻ. എന്താ അവസ്ഥ സീന? എനിക്ക് വെള്ളം കുടിച്ചിട്ട് പള്ളിലേക്ക് ഒഴിച്ചാൽ മതി. ഇതിലുണ്ട് റൗണ്ട് റൗണ്ട് പൊടി കലക്കിയപ്പോ ഓല് പേടിച്ച്. ഫ്രം കുലുക്കൽ, കുലുക്കൽ ഓഫ് പറയടാ, മറ്റേ മാതൃഭാഷയാണെന്ന് പറയൂ. അതല്ല, മറ്റേ വേറൊന്നും അംഗീകരിച്ചില്ലേ മലയാളത്തിനെ? കുറച്ചുകൂടി പൊക്കി പറ, കുറച്ചുകൂടി പൊക്കി പറ പൊക്ക്. UN-ന്റെ അപ്പുറം പറയും. പക്ഷെ മലയാളം മീൻസ് 4 letters. ബട്ട് മലയാളീസ് ഈസ് ഓൾ അറൗണ്ട് വേൾഡ്. ഗൈസ്, അങ്ങനെ നമ്മൾ കോട്ട ജംഗ്ഷനിലെത്തി. ബ്രെഡ് പൊക്കട വാങ്ങിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ബിസ്ക്കറ്റൊക്കെ തിന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മളുടെ സെക്കൻഡ് ഡേ ആയി. फिर कैसे लगता है केरला? अच्छा ഗൈസ്, രാവിലെ തന്നെ പെരുമയാണ്. അഭി കഹാ പहुंच गए हम? പനവേലെത്താനായപ്പോഴത്തേക്കും പെരുമയാണ് ഗൈസ്. പുറത്തൊന്നും ഒരു രക്ഷയില്ല ഗൈസ്. അപ്പൊ നമ്മളെ മെയിൻ പരിപാടി എന്നുള്ളത് ഫോട്ടോ, വീഡിയോ, എല്ലാ കാര്യങ്ങളും എടുക്കാണ്. ബൈക്കാപ്പേ നീ ഇതര് പോഞ്ചാനി മഴയത്തുള്ള വീഡിയോസും കാര്യങ്ങളും. അഥവാ അങ്ങനെ ഇവിടെ വീട് മടിയായി പോയാൽ ഗൈസ്, ഇനി നമ്മളെ വ്ളോഗ് വരുന്നതായിരിക്കുന്നില്ല. ഇല്ലിവട ഗൈസ്. അങ്ങനെ നമ്മൾ മഹാരാഷ്ട്രയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൂരൊക്കെ ഭയങ്കര ലുക്കാണ് ഗൈസ്, അടുത്തൊരു ലുക്കും കാര്യങ്ങളൊന്നുമില്ല. ഗൈസ്, ഇതാണ് പണ്ടത്തെ മുംബൈയിലെ കാര്യങ്ങളൊക്കെ. പക്ഷെ സാധനം കൊള്ളാല്ലേ, ലുക്ക് ഉണ്ട്. ഡബിൾ ഡെക്കർ പോകാനും സുഖമായിരിക്കും. കുറച്ചൊക്കെ കോച്ചുള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ വസായ റോഡിൽ എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ഒരു സ്റ്റേഷൻ. എന്തിനു കൊണ്ടുപോയി നിർത്തിയാവോ? ചായ് 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 ചായ്. ഗൈസ്, അപ്പൊ ഇന്നത്തെ വെറൈറ്റി എന്താടാ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ വെറൈറ്റിയാണ് ശർക്കരയും അവലും. എന്താവുന്നൊന്നും അറിയില്ല. സെറ്റല്ലടാ? സെറ്റല്ലേ അതിലെ സെറ്റല്ലേ? നമ്മളിപ്പോ ഉണ്ടാക്കാൻ പഞ്ചാബി പോഹ. പഞ്ചാബി അല്ല, കേരള പോഹ. കേരള അവൽ പോഹ. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനമാണ്, ഒരു വെറൈറ്റിയാണ്, ശർക്കര വിത്ത് അവൽ. നിങ്ങളാരും കണ്ടിട്ടേ ഉണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾ കാണണ്ട. മെയിൻ ഷെഫ്മാരെ പരിചയപ്പെടുത്തി, പേര് പറയാം. മെയിൻ ഷെഫ് മൈസെൽഫ്, മെയിൻ ഫൈസ്. ഗൈസ്, അങ്ങനെ നമ്മൾ പനവേലെത്തി. പനവേലിൽ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വാങ്ങണം. എവിടെ പോയി നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ്?
ഓർഡർ ഗൂഗിൾ നോക്കട്ടെ സാധനം എത്ര ഉണ്ട്, ക്വാണ്ടിറ്റി എത്ര? ആ ഓക്കെ ഓക്കെ. ഫോട്ടോ ഗൈസ്. ഇപ്പൊ ഇതാണ് നമ്മളുടെ ഫുഡ്. 3 പൊറാട്ട ഉണ്ട്, ഒരു മീൻകറി ഉണ്ട്. ഇനി കഴിക്കാം. ഫുഡ് കഴിക്കടാ. എൻജോയ്. ഓ എങ്കാമി കഴിച്ചോക്ക്. കഴിച്ചിട്ട് പറയാം എങ്ങണ്ട് പറയാം. നമുക്ക് യൂട്യൂബൊക്കെ ഉണ്ട്. നേരത്തെ വേറെ വീഡിയോ ആയിരുന്നു. എങ്ങണ്ടാ? സെറ്റാണോ? എരി കൂടുതലാണോ? അതെന്താ സാധനം? ഓ സ്പ്രൈറ്റ് ആണോ? അങ്ങനെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ അയിലക്കറിയും അയിലൊക്കെ ഉണ്ട്. ഓ തല തന്നെ പറ്റിച്ചു കൈസ് നമ്മളെ. എന്നാലും കുഴപ്പമില്ല. 2 പീസ് ഉണ്ട് കൈസ്. 2 പീസ് ഉണ്ടാ അയിലക്കറിയും. എരിവുണ്ടോന്ന് കൂട്ടിട്ട് പറ. എരി നമുക്കൊരു വിഷയമില്ലാത്തതുകൊണ്ട് നമുക്ക് പ്രശ്നമുള്ള കാര്യമില്ല. കൊള്ളാം കൈസ്. വർക്കിനാണ്. क्या नाम है? नाम क्या है? जरा ഗൈസ് നമ്മൾ അവല് സെറ്റ് ആയിക്കണേ. കഴിച്ചിട്ട് പറയാം. റിവ്യൂ പറയണോ? അൺബോക്സിംഗ് ആണോ? ഉണ്ടാക്കിയ രക്ഷയില്ല. ഇത് കഴിക്കുന്നതിന് മുമ്പ് രക്ഷയില്ല. അത് പറഞ്ഞു കടലൊക്കെ കിട്ടുന്നുണ്ടോ? അതോ കഴിഞ്ഞാ? കിട്ടുന്നുണ്ട്. പറ്റുമോ? എന്നെ കൊണ്ട് പറ്റൂടാ. തൊടാ. ഇങ്ങനെ തട്ടുകാളെ. അങ്ങനെയല്ല, നിലത്ത് കിടന്നിട്ടാണല്ലോ മറ്റേ സാധനങ്ങൾ. കിട്ടി. ഗൈസ് ചെക്കന് മൂടായി നിന്നിട്ട് ചായ കുടിക്കാൻ വന്നാണ്. കിട്ടിയോ? ചായ കിട്ടിയോ? ചായ 2 चाय तो दे दो ഗൈസ്. മുട്ടയിൽ മുട്ട ഇല്ലേ? അങ്ങ് പോയോ? എന്നാ നമ്മ പോയി പിടിക്കാം. 2 चाय. കൊങ്കണാണ്. ഇത് കൊങ്കണും ചങ്കണൊന്നുമല്ല, ഇത് വേറെന്തോ ആണ്. ബട്ട് ഇनको ആന്ധ്ര भी आता है, तेलुगु भी आता है. ఏం ప్రేమిస్తున్నావు? నువ్వు ఎన్న ప్రేమిస్తున్నావు? అలా పరి रॉन्ग सेंटेंस है. फिर अच्छा सेंटेंस क्या है? What do you want to say? I will convey that, right? I love you. అలా ప్రేమిస్తున్నావు మొదలు I love you అనా? నేను నిన్ను ప్రేమిస్తున్నావు. ചോദിക്ക് കുട്ടിനോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്. अच्छा क्वेश्चन नहीं, हमको क्वेश्चन चाहिए, हमको जवाब नहीं चाहिए. ഗൈസ് എങ്ങനെയാണ് മൊബൈലിൽ ഫോണൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് കൊടുക്കുക. കംപ്ലൈൻറ്റ് കൊടുത്താൽ ഇങ്ങനെ പോലീസൊക്കെ വരും. എന്നിട്ട് ഇങ്ങനെ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തും. സംഭവം സിമ്പിളാണ്, നൈസാണ്. പക്ഷേ സാധനങ്ങളൊക്കെ പോകാണ്ട് നോക്കുക ഗൈസ്. അങ്ങനെ നമ്മളെ ചായ കുടിപ്പിക്കുകയാണ്. ഓ ചേട്ടാന്നൊക്കെ കുടിക്കടാ. നല്ല ചായ, നല്ല മാട്ട ചായ ഗൈസ്. കൊള്ളാം ഗൈസ്, നല്ല മധുരമില്ലാത്ത ചായ. ചായ കണ്ടാ റെയിൽവേ ചായ പോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിന് റെയിൽവേ അല്ലാണ്ട് പിന്നെ വിമാന. ചായ കേസ് ലഗ് ഗൈസ്. ഇതാണ് കൊങ്കണിലൂടെ നമ്മുടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് എങ്ങനെയാണ് നമുക്ക് സ്ലീപ്പറിൽ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പോരുക എന്നുള്ളതാണ്. ആദ്യം പോയിട്ട് ജനറലിന് ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് നമ്മൾ ഫൈൻ അടിക്കുക. ഫൈനും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോയിരിക്കുക ഗൈസ്. ഇപ്പോൾ 4 ആൾക്കുള്ളതാണ് 3200 രൂപ. പിന്നെ ഒരാൾക്കുള്ള ടിക്കറ്റ് 620 ആവും.
സോ വണ്ടിയിലിരുന്ന് സുഖമായിട്ട് പോകാം ഗൈസ്. ഇപ്പോൾ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ടെൻഷനൊന്നും അടിക്കണ്ട, വഴിയുണ്ട്. പക്ഷെ ഉറപ്പായിട്ടുള്ള ടിക്കറ്റ് കിട്ടത്തില്ലെന്ന്. തൊള്ള തുറന്നങ്ങ് പറ. ഭയങ്കരമായ ടെൻഷനായിട്ട് കളിയാണ് ഗൈസ്. ഗൈസ് ഇനി നമ്മളുടെ സീറ്റ് AC ഗൈസ്. നമ്മളെ സീറ്റ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തു. സ്ലീപ്പറിലെ സീറ്റ് കൊടുത്തിട്ട് AC സീറ്റാക്കി. പിന്നെ AC പോയി നോക്കാം. അപ്പം നമ്മളെ സീറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഗൈസ്. ഏതാ രസം ഏതാ लेजियो भैया ये क्या कैपुचिनो है, उसको कितना है? 20. भैया का मसाला चाय का नमक रेंज आते. अब पैसा भी चाहिए. ആ ഇത് നല്ല പച്ചവെള്ളം പോലെ ഉണ്ടല്ലോ. ചൂടാൻ മതി മിസ്സാവൂലേ. നമ്മളുടെ മസാല ചായ റേറ്റി കൊണ്ടുവരികയാണ്. വന്നതിൽ കാണുന്നില്ല കേട്ടോ, അങ്ങോട്ട് നോക്കുമ്പോൾ ഫുള്ള് വെടിച്ച. അടുത്തതായിട്ട് ലുഡോ കളിയാണ്. ചോദിച്ചോ, ഞാൻ പോകുമ്പോൾ നോക്കാം. ബാക്കി രാത്രിയിൽ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോസിലൂടെ കണ്ടിട്ടുണ്ടാവും, ന്യൂസിലൂടെയൊക്കെ. നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, ഈ കംപ്ലൈൻറ്റ് ചെയ്ത സാധനം മാത്രമേ ഉള്ളൂ. സോ ബാക്കി വിശേഷങ്ങൾ നാളത്തെ വ്ളോഗിൽ അറിയിക്കാം. സീ യു.